സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനേഷ് വിശ്വനാഥാണ്. നമ്മുടെ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ ജയസൂര്യയുടെ സിനിമയില്ലേ, ആ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത സെയിം ഡയറക്ടറാണ്. കഥ എഴുതിയിരിക്കുന്നത് കൈലാഷ് എസ് ഭവൻ, മുരളീകൃഷ്ണൻ, ആനന്ദ് മന്മഥൻ, ഇവർ മൂന്നുപേരുടെ കൂടിയിട്ടാണ്. ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു പക്ക സിമ്പിൾ ഫിലിമായിട്ട് പറയാം. അതായത് ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിനെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ ഒരു 33 കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളിൽ ഒരു 4 സംഘം, ബാക്ക് ബെഞ്ചിലിരിക്കുന്ന 4 പിള്ളേർ അവരൊന്നിച്ച് കൂട്ടായിട്ട് നടക്കുന്നു. അവർ കുറച്ച് വികൃതി പിള്ളേരാണ്. ബാക്കി ഒരു പഠിപ്പിയായിട്ടുള്ളൊരു കുട്ടിയുണ്ട്, ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നു. ഇതിനകത്ത് കുട്ടികളുടെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായി ഈ പടം. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ ധരിച്ചിരുന്ന വേഷം, അതായത് വെള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രീം ഡ്രസ്സ്, ഷർട്ട്, ഒരു ചുമന്ന പാൻറ്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകും. പിന്നെ ഈ പടം എടുത്തിരിക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കഥയാണ്. ലാസ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിട്ടുള്ള ആ ഒരു പടം ആ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അജു വർഗീസ് വളരെയധികം സൂപ്പറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ പക്ക അഭിനയമാണ്. ജോണി ആൻ്റണി സാധാരണ പോലെ തന്നെ അദ്ദേഹം ഒരു കോമഡി റോളായിട്ടാണ്. സൈജു കുറുപ്പിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു തോന്നി, ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരു രംഗമുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്ന സിമ്പിളായിട്ട് പിള്ളേർ ഉച്ചയ്ക്ക് ക്രിക്കറ്റ് കളിക്കില്ലേ, ആ ക്രിക്കറ്റ് കളിക്കുന്ന അമ്പയറൊക്കെ നല്ല സൂപ്പറായിട്ടൊരു പയ്യൻ ആ ക്രിക്കറ്റ് കളിക്കുന്ന ആ യൂണിഫോമിൽ തന്നെ ക്രിക്കറ്റ് കളിച്ചത് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു കഥയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പേര് തന്നെ ഉണ്ടല്ലോ, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഈ കുട്ടികളുടെയൊക്കെ മുഖം എന്ന് പറഞ്ഞാൽ, അവരുടെയൊക്കെ ഫേസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു എന്താ പറയുക, ഒരു ആകർഷണമുള്ള, എങ്ങനെയാണ് ഇത് കാസ്റ്റ് ചെയ്തത്, അത്രയ്ക്ക് ശ്രദ്ധിച്ചായിരിക്കും ഒരു കാസ്റ്റ് ചെയ്തത്. ആ ശ്രീകുട്ടൻ്റെ ഫേസ് ആണെങ്കിൽ ഒരു നിഷ്കളങ്കനായ ഒരു കുട്ടി, അതുപോലെ ഒരു പഠിപ്പിസ്റ്റായിട്ടുള്ള ഒരു കുട്ടി, അവൻ്റെ ഫേസും അതേപോലത്തെ ഒരു ഫേസ്. പിന്നെ ഗേൾസൊക്കെ ഉണ്ട്. ഗേൾസിനൊക്കെ എല്ലാവരും കൂടെ ഒരു ക്ലാസ്സിലാണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്കൂൾ സിനിമ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. ഒരു സിമ്പിളായിട്ടുള്ള കഥ. തിയേറ്ററിൽ ഇങ്ങനത്തെ സിനിമ വർക്കാകണമെന്നില്ല, കാരണം തിയേറ്ററിൽ ഇങ്ങനത്തെ സിനിമകൾ പൊതുവെ കാണാൻ ആളുണ്ടാവില്ല. നമ്മുടെ ഈ സ്ഥലത്തൊന്നും തിയേറ്ററിൽ വന്നിട്ടുണ്ടായില്ല. പക്ഷേ OTT-യിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ മികച്ച ഒരു അനുഭവം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ അനുഭവം, വലിയ ത്രില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ അജു വർഗീസിൻ്റെ നല്ല ഒരു അഭിനയ മുഹൂർത്തങ്ങൾ, അതുപോലെ നമ്മുടെ ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ശ്രീകുട്ടനായിട്ടുള്ള ശ്രീരാഗ് എന്നങ്ങനെ തോന്നുന്ന പയ്യൻ്റെ പേര്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്കി എല്ലാ പിള്ളേരും നന്നായിട്ട് എൻഗേജ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ വളരെയധികം ത്രില്ലിങ് സമ്മാനിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾക്കും ഈ സിനിമ സൈനപ്പ് പ്ലേയിലൂടെ കാണാവുന്നതാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ആ രീതിയിലുള്ള ഒരു അനുഭവങ്ങളൊന്നുമില്ല. Okay, all the best. Thank you.